റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായക ചർച്ചകൾ ഉടൻ. വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് മുഖ്യ അജണ്ട. ഇരു നേതാക്കളും ഹൈദരാബാദ് ഹൌസിലെത്തി. രാജ്ഘട്ടിലെത്തിയ പുടിൻ മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, പുടിന്റെ ഇന്ത്യ സന്ദർശനം, ഇപ്പോൾ വ്ളാദിമിർ പുടിൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ഇന്ന് എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നത്? നിർണായക ചർച്ചകളിൽ എന്തൊക്കെയാണ് അജണ്ട? സ്മൃതി, ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന് സമീപത്തെ ഹൈദരാബാദ് ഹൌസിൽ മോദി പുടിൻ കൂടിക്കാഴ്ച നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് രാജ്ഘട്ടിൽ ഗാന്ധി സ്മൃതിയിൽ പുടിൻ പൂക്കളർപ്പിച്ചത്. അതിനുശേഷമാണ് ഹൈദരാബാദ് ഹൌസിലേക്ക് എത്തിയത്. രാവിലെ രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് പുടിന് പ്രൌഢമായ സ്വീകരണം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ആ ഒരു സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് പിന്നീട് പുടിൻ രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ പൂക്കളർപ്പിച്ചത്. ഇപ്പോൾ ഹൈദരാബാദ് ഹൌസിൽ മോദി പുടിൻ കൂടിക്കാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും വ്യാപാര ചർച്ച തന്നെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു കൂടിക്കാഴ്ചയിൽ ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് $70 ബില്യൺ വ്യാപാരമാണ് റഷ്യയുമായി ഇന്ത്യ നടത്തുന്നത്. അതിൽ ഏതാണ്ട് $68 ബില്യൺ ഇന്ത്യ നടത്തുന്ന ഇറക്കുമതിയാണ്. ഏതായാലും അത് $100 ബില്യൺ വ്യാപാരമാക്കി ഉയർത്തുന്നതിനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ മറ്റ് വ്യാപാര രംഗത്തൊക്കെ തന്നെ കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്നതടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാകും. ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ട് രാജ്യങ്ങളിലെയും വ്യാപാര പ്രമുഖരുമായും രണ്ട് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം സംയുക്ത വാർത്താ സമ്മേളനമുണ്ട്. വലിയ പ്രഖ്യാപനങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള കരാർ, S-400 മിസൈലുകൾ വാങ്ങുന്നത് സംബന്ധിച്ചുള്ള കരാർ, ഇതൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, അമേരിക്കയുടെ ഭീഷണിക്ക് നടുവിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യക്ക് മേൽ 50% അധിക തീരുവ നേരത്തെ അമേരിക്ക ചുമത്തിയതിന് പിന്നാലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ റഷ്യ ചൈന അച്ചുതണ്ട് ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള വലിയ സന്ദേശം നൽകിയിരുന്നു. അതിനുശേഷമാണ് പുടിൻ ഇപ്പോൾ ഇന്ത്യയിലെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യക്ക് വ്യാപാര കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇന്നലെ പുടിൻ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു അർത്ഥത്തിൽ കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തുക. ഏതായാലും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിർത്തും എന്ന് തനിക്ക് മോദി ഉറപ്പ് നൽകിയിരുന്നു എന്നൊക്കെ ട്രംപ് നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നാലെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഘട്ടം ഘട്ടമായി ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനികളടക്കം നിർത്തുന്നതും കണ്ടു. ഏതായാലും ആ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകും എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളുടെയും സംയുക്ത വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്. സംയുക്ത വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് ശേഷം കാണും.